എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവം തയ്യാറാക്കാം. അത് ബറോഡയിൽ, അതായത് ഗുജറാത്തിലെ വഡോദരയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ്. ഉസൽ പാവ് എന്നാണ് അതിന് പറയുന്നത്. ഉസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ പീസ് കൊണ്ടുള്ള ഒരു കറിയാണ്. ആ കറി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മുളക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെളുത്തുള്ളിയും ചേർത്ത് അരച്ച് ചമ്മന്തി ഉണ്ടാക്കി അതും ഇട്ട് മുകളിൽ പിന്നെ സേവ്, തീരെ കനം കുറഞ്ഞ ഈ സേവ് ഇട്ട് പിന്നെ ഈ പാവ്, വടാപ്പാവിൻ്റെ പാവ്, ഇതും ചേർത്ത് കഴിക്കുന്ന ഒരു വിഭവമാണ്. വളരെ വെറൈറ്റിയാണ്, വളരെ ടേസ്റ്റിയാണ്. നമുക്കത് തയ്യാറാക്കാം. അത് 2-3 സ്റ്റെപ്പ് ഉണ്ട് അതിന് തയ്യാറാക്കുന്നതിന്. ആദ്യമേ നമുക്ക് ഉസൽ മസാല തയ്യാറാക്കാം. വട്ടാണ കുതിരാനായിട്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ നേരം കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അതിനു മുന്നേ നമുക്ക് മസാല തയ്യാറാക്കാം, ഉസൽ മസാല. അതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇത് തേങ്ങയാണ്. ഗുജറാത്തികളാരും നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ പച്ചത്തേങ്ങ ഉപയോഗിക്കാറില്ല, അവർ കൊപ്രയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് കൊപ്രയാണ് ആവശ്യം. എൻ്റെ കൊപ്ര ഇല്ല, പച്ചത്തേങ്ങ ഒട്ട് പറ്റത്തുമില്ല. അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഞാൻ തീയലിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്ത് വെച്ചിരുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതെടുത്തു. ഇത് ഏകദേശം ഒരു 2 സ്പൂണോളം ഉണ്ട്. പിന്നീട് വേണ്ടത് മല്ലിയാണ്. മുഴുവനോടുള്ള മല്ലി, പെരുംജീരകം, ജീരകം, കുരുമുളക്, ഒരു 5-10 മണി കുരുമുളക്, ഒരു തക്കോലം, ഒരു 4 ഗ്രാമ്പു, ചെറിയ 1-2 കഷ്ണം ഇത് കറുവാപ്പട്ട, ഒരു 4 വറ്റൽമുളക്, വെളുത്ത എള്ളാണിത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ചൂടാക്കിയെടുക്കാം. തേങ്ങ നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, കാരണം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ചൂടാക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങായ കറുത്തു പോകും. അതുകൊണ്ട് തേങ്ങ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ലാസ്റ്റിൽ ചേർക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമേ ഈ വറ്റൽ മുളകും മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുളകും മല്ലിയും ഒക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഈ സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. നമ്മൾ വറക്കാനിട്ട മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ചൂടായി വന്നാൽ മതി. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ഈ മസാലയ്ക്കകത്ത് ചേർക്കാനുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് 1 സ്പൂണ് ചുക്കുപൊടിയാണ്. ഈ സ്പൂണിന് 1 സ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് വേണ്ടത് ആംചൂറാണ്. ആംചൂർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങ തൊലി കളഞ്ഞ് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി ക്രിസ്പായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ്. ഇതാണ് ആംചൂർ. ഉണങ്ങിയ മാങ്ങയുടെ പൊടിയാണ് ആംചൂർ. നമ്മൾ പേരൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കുക ഏതാണ്ട് വലിയ സംഭവമാണെന്ന്. പക്ഷെ ഒന്നുമല്ല, നമ്മുടെ പച്ചമാങ്ങ ഉണങ്ങിയതിൻ്റെ പൊടിയാണ്. അത് നമുക്ക് മാങ്ങയുടെ സീസണിൽ ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. വീണ്ടും ഇതിലേക്ക് നമുക്കിനി കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്ക് ഈ സ്പൂണിന് 1 സ്പൂണ്, അത് 1 സ്പൂൺ ആയില്ല,
1 സ്പൂൺ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഒരുപാട് മഞ്ഞൾപ്പൊടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞൾ ചുവയ്ക്കും. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഈ ചൂടിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ഈ മസാല പൊടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉസൽ മസാല നമ്മുടേത് തയ്യാറായി. ഇതിന് മഹാരാഷ്ട്രയിൽ മിസൽ എന്ന് പറയും, മിസൽ പാവ് എന്നാണ് പറയുന്നത്. ബറോഡയിൽ ഉസൽ പാവ് എന്ന് പറയും. ഗോവയിൽ മിസൽ പാവ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ എല്ലാം ഓരോരോ ദേശം അനുസരിച്ചിട്ട് ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തത കാണും. കളർ വേറെ ആയിരിക്കും, ടേസ്റ്റ് വേറെ ആയിരിക്കും. പക്ഷെ ബറോഡയിലാണ് ഏറ്റവും ഫേമസ് ആണ് എന്ന് പറയപ്പെടുന്നത്. നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇതൊന്ന് തണുത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉസൽ മസാല തയ്യാറായി. ഇതിനി ഒരു കുപ്പിയിലിട്ട് അടച്ച് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ആവശ്യം അനുസരിച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇത്രയൊന്നും ആവശ്യമില്ല, ഒരു 3-4 സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പം നമുക്ക് ഈ കറി വെക്കുന്നതിനായിട്ട്. ഇനി ഇത് നമുക്കൊരു കുപ്പിയിലോട്ടിട്ട് അടച്ചു വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ചട്നി തയ്യാറാക്കുകയാണ്. ചട്നിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചുമന്ന മുളക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേണ്ടത് വെളുത്തുള്ളി, 5-6 അല്ലി വെളുത്തുള്ളി വേണം. ഇത്രയും വെളുത്തുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ജീരകം വേണം. ജീരകം ഒരു ഈ സ്പൂണിന് ഇത്ര ഇട്ട് കൊടുക്കാം. പിന്നീട് വേണ്ടത് ഉപ്പാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ ചട്നി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് നമ്മൾ അരച്ചു കൊണ്ടുവന്നതേ ഉള്ളൂ. ഇനി ബാക്കി പണിയുണ്ട് ചട്നി തയ്യാറാക്കുന്നതിന്. അതിനായിട്ട് നമുക്ക് ഒരു പാൻ ചൂടാവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 സ്പൂൺ എണ്ണ. ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചട്നി ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റിച്ചെടുത്ത് നമുക്ക് എണ്ണ തെളിയുന്നത് വരെ ഇളക്കി ഈ മുളകെല്ലാം വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചട്നിയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോഴത്തെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇതെന്തെങ്കിലും ഉണ്ടാക്കുകയോ ചട്നി ആയിട്ട് നമുക്ക് സമോസയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ഈ മുളകും വെളുത്തുള്ളിയും ജീരകവും ഉപ്പും ചേർത്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചട്നി. ഇതും തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ സേവ് ഉസൽ ഉണ്ടാക്കുന്നതിൻ്റെ, ഉസൽപ്പാവ് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രയാസം ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചത്. ഈ ചട്നി ഉണ്ടാക്കുക, ഉസൽ മസാല ഉണ്ടാക്കുക, പിന്നീട് സേവ്. ചെറിയ സേവാണ് വേണ്ടത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കടലമാവ് കുഴച്ച് അല്പം ഉപ്പും മഞ്ഞളും ചേർത്ത് ചെറിയ കിഴുത്തുള്ള അച്ചിലിട്ട് പിഴിഞ്ഞെടുത്ത് നമുക്ക് ഗ്രീൻ പീസ് കറി ഇനി തയ്യാറാക്കാം. അതിനായിട്ട് ഗ്രീൻ പീസ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവാനായിട്ട് വെക്കാം. ഒരു 3 വിസിൽ വരട്ടെ. ഒരു ഫുൾ ഫ്ലെയിമിലുള്ള വിസിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും, അങ്ങനെ 3 വിസിൽ വന്നിട്ട് ആ സമയമാകുമ്പോൾ ഈ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് വേവാനായിട്ട് വെക്കാം. ഗ്രീൻ പീസ് വേവാനായിട്ട് വെച്ചു. പിന്നീട് നമുക്ക് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടത് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് അരച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് ഒരു 3 തക്കാളിക്ക നമുക്ക് പ്യൂരി ആക്കിയിട്ട് അതും വഴറ്റിയെടുക്കാം. ആദ്യമേ നമുക്കിതൊന്ന് അരച്ച് തയ്യാറാക്കിക്കൊണ്ട് വരാം. നമ്മൾ എണ്ണ ചൂടാവാനായിട്ട് വെച്ചു. ഉള്ളി അരച്ചു, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം അരച്ചുകൊണ്ട് വന്നു. ഇത് നമുക്കിനി ആ ചൂടായ എണ്ണയിലോട്ട് ഈ ഉള്ളിയെല്ലാം കൂടി ഇട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി മസാല മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 3 തക്കാളിക്ക, മീഡിയം സൈസ് തക്കാളിക്ക ഇതിൻ്റെ പ്യൂരി തയ്യാറാക്കി വെക്കാം.
നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഓൾറെഡി. അത് കണക്കാക്കി ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്താൽ മതി. മല്ലിപ്പൊടി. ഇത് മൂത്ത് വരട്ടെ. മൂത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുത്ത് അത് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മുടെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും എല്ലാം പച്ചമണം മാറി. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 3 തക്കാളിക്കാണ്, മീഡിയം സൈസ്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലെ വെള്ളമെല്ലാം പറ്റി ഡ്രൈ ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഉള്ളി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഗ്രീൻ പീസിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉസൽ മസാലയുടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ചട്നിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിക്കുള്ള ഉപ്പ് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർക്കാം, പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വറ്റി നന്നായിട്ട് തക്കാളിക്കയുടെ വെള്ളമെല്ലാം പറ്റി മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 സ്പൂണ് ഉസൽ മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് 3 വിസിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് വെന്ത് വന്നില്ല, നന്നായിട്ട് വെന്തുടയണം. അതുകൊണ്ട് വീണ്ടും ഞാൻ വെച്ചിരിക്കുവാണ്. ഇപ്പോൾ 1 വിസിൽ വന്നു. ഇനി 2 വിസിലൂടെ വന്നു കഴിഞ്ഞിട്ട് നമുക്കങ്ങ് ഓഫ് ചെയ്യാം. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞ് നമുക്കിനി വെള്ളം ഒഴിച്ച് ഈ ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ കഴുകി ഇതിലോട്ട് ഒഴിക്കാം. നമ്മൾ ഗ്രേവി എല്ലാം തയ്യാറാക്കി വെച്ചു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, കാരണം ഗ്രീൻ പീസ് ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം വെന്തു. നമുക്കൊന്ന് നോക്കാം. കുക്കർ തുറന്ന് ചൂടെല്ലാം മാറി. ഇപ്പോൾ ഒരു 3 വിസിലൂടെ ഞാൻ വരുത്തി. അന്നേരം നന്നായിട്ട് വെന്ത് കാണുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് ഇതുപോലെ ഉടയണം. എന്നിട്ട് ഇത് നമുക്ക് ഈ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പാകമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഉപ്പ് നോക്കിയായിരുന്നു. ഉപ്പ് പാകത്തിനുണ്ട്, ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്. പക്ഷേ ഇച്ചിരി കഷ്ടപ്പാടാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും ആഹാരം കഴിക്കുമ്പോൾ. മല്ലിയില ഇട്ടു. ഇനി ഗ്യാസ് നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം. ഇതിനി കഴിക്കാൻ നേരത്ത് നമുക്ക് എങ്ങനെയാണ് വിളമ്പുന്നതെന്നൂടെ കാണിക്കാം. ഞാൻ ഇത് അടച്ചു വെച്ച് ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. നമ്മൾ കഴിക്കാൻ നേരത്ത് വിളമ്പാം. നമ്മുടെ ഉസൽപ്പാവ് എങ്ങനെയാണ് വിളമ്പുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് കറി ഒഴിച്ചു കൊടുക്കാം. ഗ്രീൻ പീസ് നന്നായിട്ട് വേണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നീട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നി ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട, അവരവരുടെ എരിവിനനുസരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്.
എരിവ് കുറച്ച് വേണ്ടവർക്ക് കുറച്ചേ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോകും. പിന്നീട് അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേവ്. ഇപ്പം വീട്ടിൽ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സേവ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും മാർക്കറ്റിൽ. അത് നമുക്കങ്ങ് വാങ്ങിച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നീട് സവാള, മല്ലിയില, വീണ്ടും സ്വല്പം സേവ് കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് പാവ്, അതായത് ഇതാണ് പാവ്, അത് ഇങ്ങോട്ട് വെക്കുക. പിന്നീട് സ്വല്പം സവാള വേണ്ടവർക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണിത് വിളമ്പുന്നത്. കഴിക്കാനായിട്ട് നമ്മുടെ സേവ് ഊസൽ തയ്യാറായി. വളരെ ടേസ്റ്റിയാണ്, വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം മസാല പൗഡറും ചട്നിയും തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ പീസ് കറി വെക്കുന്ന പണിയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ളൊരു വിഭവം നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.